റിപ്പോർട്ടറായ ടിൻഡിൻ തന്റെ നായ സ്നോവിയുമൊത്ത് മാർക്കറ്റിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ടിൻഡിൻ ഒരു പഴയകാല പായ്ക്കപ്പലിന്റെ മോഡൽ കാണുന്നു. യൂണിക്കോൺ എന്ന പേരായ ആ കപ്പൽ ടിൻഡിൻ വാങ്ങിക്കുന്നു. പെട്ടെന്ന് ഒരാൾ വന്ന് ആ കപ്പലിനെ ഇരട്ടി വില പറയുന്നു. ടിൻഡിൻ പക്ഷെ അത് വിൽക്കാൻ തയ്യാറാകുന്നില്ല. വാങ്ങാൻ വന്ന ആൾ ഈ കപ്പൽ നിനക്ക് അപകടം വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞ് പോകുന്നു. അതിനു പുറകെ സക്കറിയൻ എന്ന പേരായ ഒരു പുരാവസ്തുക്കൾ കളക്ട് ചെയ്യുന്നയാൾ കപ്പലിന് 5 ഇരട്ടി വില പറയുന്നു. പക്ഷെ ടിൻഡിൻ അപ്പോഴും അത് വിൽക്കാൻ തയ്യാറാകുന്നില്ല. ടിൻഡിൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഒരു പൂച്ച ആ മോഡൽ തള്ളി താഴെയിടുന്നു. അതിന് കേടുപാട് സംഭവിക്കുന്നു. പെട്ടെന്ന് കപ്പലിൽ നിന്നും ഒരു വസ്തു താഴെ വീഴുന്നു. ടിൻഡിൻ അത് കാണുന്നില്ല. സ്നോവി അത് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അത് ടേബിളിന്റെ അടിയിലേക്ക് പോകുന്നു. ഈ കപ്പലിന് എന്തോ രഹസ്യമുണ്ടെന്ന് ടിൻഡിന് തോന്നുന്നു. അവൻ നേരെ ലൈബ്രറിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കപ്പലിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. കപ്പൽ 1676 പൈററ്റ് ആക്രമണത്തിൽ കാണാതാവുകയായിരുന്നു. ആ കപ്പലിൽ ഒരു സീക്രട്ട് കാർഗോ ഉണ്ടായിരുന്നു. തിരികെ വീട്ടിലെത്തിയ ടിൻഡിൻ കണ്ടത് തന്റെ കപ്പൽ ആരോ മോഷ്ടിച്ചിരിക്കുന്നതാണ്. ടിൻഡിൻ വേറെ സംശയമുണ്ടായിരുന്നില്ല, അത് സക്കറിയൻ എന്ന പുരാവസ്തു കളക്ട് ചെയ്യുന്ന ആൾ തന്നെയായിരിക്കുമെന്ന്. അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറിയ ടിൻഡിൻ ആ കപ്പൽ കണ്ടുപിടിക്കുന്നു. പക്ഷെ തലയ്ക്ക് അടികിട്ടി ബോധം പോകുന്നു. ബോധം വന്നപ്പോൾ തന്റെ കപ്പലാണെന്ന് കരുതി അവിടെ കണ്ട മോഡൽ എടുക്കുന്നു. പക്ഷെ അതിന് കേടുപാടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അത് ടിൻഡിന്റെ മോഡൽ ആയിരുന്നില്ല. തിരികെ വീട്ടിലെത്തിയ ടിൻഡിൻ കണ്ടത് തന്റെ റൂം മുഴുവൻ ആരോ വാരിവലിച്ചിട്ട് പരിശോധിച്ചിരിക്കുന്നതാണ്. സ്നോവി ഉടനെ ടേബിളിന്റെ സമീപം വന്ന് കുരയ്ക്കാൻ തുടങ്ങി. ടിൻഡിൻ ടേബിൾ മാറ്റി നോക്കിയപ്പോൾ കപ്പലിൽ നിന്നും വീണ തകിട് അവിടെ കിടക്കുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്നും ഒരു കുറിപ്പ് കിട്ടുന്നു. പക്ഷെ അതെന്താണെന്ന് നോക്കും മുൻപ് ടിൻഡിന്റെ മുറിക്ക് പുറത്ത് ആരോ തന്നെ അന്വേഷിക്കുന്നത് കേൾക്കുന്നു. ആ കുറിപ്പ് ടിൻഡിൻ പേഴ്സിൽ വെക്കുന്നു. ഡോറിന് പുറത്ത് നേരത്തെ ഷിപ്പിന് വില പറഞ്ഞ ആളായിരുന്നു. അയാൾ പറയുന്നു ടിൻഡിന്റെ ജീവൻ അപകടത്തിലാണെന്ന്. പെട്ടെന്ന് ആരോ ഷൂട്ട് ചെയ്യുന്നു. ടിൻഡിൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു കാർ അവിടുന്ന് പാഞ്ഞു പോകുന്നു. ആ വന്നയാൾ ഒരു പേപ്പറിൽ രക്തം കൊണ്ട് എന്തോ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ മരിച്ചു പോകുന്നു. പിറ്റേന്ന് പോലീസ് എത്തുമ്പോഴാണ് മരിച്ചയാൾ ഇന്റർപോളിന്റെ ടോപ്പ് സീക്രട്ട് ഏജന്റ് ആണെന്ന് ടിൻഡിന് മനസ്സിലാകുന്നത്. അയാൾ പറയാൻ ഉദ്ദേശിച്ചത് കറബോജ എന്നാണെന്ന് ടിൻഡിൻ മനസ്സിലാക്കുന്നു. പക്ഷെ അത് എന്താണെന്ന് ടിൻഡിന് മനസ്സിലാകുന്നില്ല. അന്ന് ടിൻഡിന്റെ പേഴ്സ് ഒരാൾ മോഷ്ടിക്കുന്നു. അയാളെ പിടിക്കാൻ നോക്കിയ ടിൻഡിൻ കാറുകളുടെ ഇടയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. തിരിച്ച് വീട്ടിലെത്തിയ ടിൻഡിനെ കുറച്ചു പേർ ചേർന്ന് കിഡ്നാപ്പ് ചെയ്യുന്നു. കാറിൽ കടത്തിക്കൊണ്ടുപോയ ടിൻഡിന്റെ പുറകെ സ്നോവി ഓടുന്നു. ഒടുവിൽ ടിൻഡിനെ കറബോജ എന്ന കപ്പലിലേക്ക് കയറ്റുന്നു.